ഫെബ്രുവരി 9 വെള്ളിയാഴ്ച. മാർക്കോസ് 7:31 മുതൽ 37 വരെ വാക്യങ്ങൾ. ഹെലൻ ആഡംസ് കെല്ലർ ഒരു അമേരിക്കൻ എഴുത്തുകാരിയും വികലാംഗ അവകാശ അഭിഭാഷകയും രാഷ്ട്രീയ പ്രവർത്തകയും പ്രഭാഷകയുമായിരുന്നു. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ചില അസുഖങ്ങളെ തുടർന്ന് അവൾക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു. തൻ്റെ ആദ്യ അധ്യാപികയായ ആനി സള്ളിവനെ ഹെലൻ കണ്ടുമുട്ടുന്നത് അവളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം വരുത്തി. വായനയും എഴുത്തും ഉൾപ്പെടെ പല കാര്യങ്ങളും സള്ളിവൻ കെല്ലറിനെ പഠിപ്പിച്ചു. ഹെലൻ കെല്ലർ എഴുതിയ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകത്തിൽ ആളുകളുമായി ആശയവിനിമയം നടത്താനുള്ള അവളുടെ ആദ്യകാല കഴിവില്ലായ്മയെ എങ്ങനെയാണ് അക്രമാസക്തമായ കോപത്തിന് കാരണമാക്കിയതെന്ന് പറയുന്നുണ്ട്. നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ഹെലൻ സംസാരിക്കാൻ പഠിച്ചത്. അപ്പോൾ അവളുടെ സന്തോഷം അതിരുകളില്ലാത്തതായിരുന്നു. ഹെലൻ പിന്നീട് എഴുതി, ഞാൻ ഇപ്പോൾ ഊമയല്ല എന്ന് പല ആവർത്തി ആഹ്ലാദത്തോടെ ഉരുവിട്ടു. ഇന്നത്തെ സുവിശേഷത്തിൽ ബധിരനും മൂകനുമായ ഒരാളെ യേശു സുഖപ്പെടുത്തിയപ്പോൾ അയാൾക്ക് എന്ത് അനുഭവമായിരിക്കണം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഹെലൻ കെല്ലറിൻ്റെ സംഭവം നമുക്ക് ചില ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ആളുകൾ ഒരു ബധിരനെ സുഖപ്പെടുത്താൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ചില ആളുകൾ നമുക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന അത്തരം ആളുകളായി നമുക്ക് മാറാൻ സാധിക്കും. പ്രാർത്ഥനയിലൂടെ നമുക്ക് രോഗികളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ അവർക്ക് രോഗശാന്തി ലഭിക്കാനും ഇടവരും. എഫാത്ത അല്ലെങ്കിൽ തുറക്കുക, ഈ വാക്കുകളിലൂടെ യേശു ബധിരർക്ക് കേൾവി ശക്തിയും ഊമർക്ക് സംസാര ശക്തിയും നൽകി. വിശ്വാസത്തോടെ യേശു നമ്മോടും അതേ കാര്യം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് അവൻ്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിൻ്റെ മഹത്വവും കരുണയും മറ്റുള്ളവരിലേക്ക് പകരാനും നമ്മുടെ വായ ഉപയോഗിക്കാം. വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും ബധിരരാണ്. പശ്ചാത്തപിക്കാനും അവനിലേക്ക് മടങ്ങാനും ദൈവം നമ്മെ വിളിക്കുന്നത് നമ്മൾ കേൾക്കാതെ പോകുന്നു. പലപ്പോഴും നമ്മൾ നിശബ്ദരാണ് അല്ലെങ്കിൽ ഊമരാണ്. ദൈവവചനം മറ്റുള്ളവരോട് സംസാരിക്കാനോ നമ്മോടുള്ള അവൻ്റെ ഔദാര്യത്തിന് സാക്ഷ്യം വഹിക്കാനോ നമുക്ക് കഴിയുന്നില്ല. ആത്മീയ സംസാര വൈകല്യം എന്നൊരു സംഗതി തീർച്ചയായും ഉണ്ട്. യേശുവിൻ്റെ എല്ലാ അനുഗാമികൾക്കും രക്ഷയുടെ സുവിശേഷത്തെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കാൻ കഴിയട്ടെ. ഇന്നത്തെ ലോകത്ത് ശാസ്ത്രത്തിൻ്റെ പുരോഗതി മൂലം കേൾവിയും സംസാര വൈകല്യമുള്ള ആളുകൾക്ക് സാധാരണ നിലയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയമായി ബധിരരായവരുടെ കാര്യമോ? അവർ കേൾക്കുന്നു, പക്ഷേ മനസ്സിലാക്കുന്നില്ല.
പരിശുദ്ധാത്മാവിന് മാത്രമേ അവരെ സഹായിക്കാൻ കഴിയൂ. അതുപോലെ നമ്മുടെ വായ നന്നായി പ്രവർത്തിച്ചേക്കാം, എന്നാൽ കർത്താവിൻ്റെ നന്മയെ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നതിന് പകരം തിന്മ സംസാരിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവാണ് നമ്മുടെ പ്രത്യാശ. അവൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മുടെ ചെവികൾ തൊടാനും തുറക്കാനും അവൻ്റെ വാക്കുകൾ മറ്റുള്ളവരോട് ധൈര്യത്തോടെ സംസാരിക്കാനും അവൻ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനും നമുക്ക് ഇടവരട്ടെ. അതിലും പ്രധാനമായി യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം തുറക്കുകയും നാം കൂടുതൽ അവനെപ്പോലെ ആകേണ്ടതിന് നമ്മുടെ ജീവിതം മാറ്റാൻ അവനെ അനുവദിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.